Watch full episodes on Jio Hotstar. ഞാൻ ഈ വെക്കേഷൻ സമയം ഓർത്ത് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. വെക്കേഷൻ ഡേയ്സ് അടിച്ചു പൊളിച്ച് ആഘോഷിക്കൂ കുട്ടികളെ. ബൈ ബൈ, ടേക്ക് കെയർ. മിസ് സെക്യൂരിറ്റി, ഞാനിപ്പോ വന്നേക്കാം. മിസ്റ്റർ അലാസ, നിങ്ങളുടെ ഈ ക്ലൗഡ് ലൈബ്രറിയുടെ ഐഡിയ ഉണ്ടല്ലോ, ശരിക്കും അടിപൊളിയാ കേട്ടോ. കുറഞ്ഞ പക്ഷം ഈ അവധിക്കാലത്ത് ഏതൊക്കെ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു പോകാത്തവരുണ്ടെങ്കിൽ ഇത് സഹായകരമായിരിക്കും. ഒരുപാട് ദിവസത്തേക്ക് ശേഷം ഞാനും വീട്ടിലേക്ക് തിരിച്ചു പോവുക. നിങ്ങളോട് നന്ദി പറയാൻ വന്നതാ. യു ആർ ഓൾവേസ് വെൽക്കം. ഈ കുട്ടികളാരും വീട്ടിലേക്ക് പോകുന്നില്ല. അവരെല്ലാവരും ഇവിടെ വെറുതെ ഇരുന്നാൽ വല്ലാതെ ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറെ നല്ല ബുക്കുകളുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ശരി സാർ, എന്നാ ഞാൻ ഇറങ്ങാം. ഇത് ബേസിക് മാജിക്കിന്റെ ബുക്കാണ്. പിന്നെ ഇത് മിസ്റ്ററി വേൾഡിന്റെ ബുക്ക്. ഈ ബുക്കുകൾ എത്ര വായിച്ചാലും നിങ്ങൾക്ക് മതിയാകും. ഇതും കൂടി ഞാൻ ഒന്ന് എടുത്തു വെച്ചേക്കാം. ഇത് മൊത്തം വായിക്കണല്ലോ. അത് സൂര്യ മുകളിലാണല്ലോ, പിന്നെ പുറകോട്ട് എങ്ങനെയാ പ്രകാശം അടിക്കുന്നത്? ഇവിടെ ഒരു സ്പെഷ്യൽ ബുക്കുള്ള പോലെ തോന്നുന്നല്ലോ. മാജിക് ബുക്ക് ഓഫ് ഈജിപ്റ്റ്. വരുൺ, നീ ഇതെന്തായി ചെയ്യുന്നേ? ഇത് ഏതാണ്ട് ഒരു സ്പെഷ്യൽ ബുക്കാണ് തോന്നുന്നു. മാജിക് ബുക്ക് ഓഫ് ഈജിപ്റ്റ്. മൈറ, വരുൺ, പെട്ടെന്ന് വരൂ. എല്ലാരും പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾ രണ്ടുപേരെ ബാക്കിയുള്ളൂ. ഇതെന്താ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഈജിപ്ഷ്യ. വരൂ, വന്ന് ഇവിടെ ജീവിച്ചു നോക്കൂ. അപ്പോഴേ നിങ്ങൾക്ക് പവർ എന്താന്ന് മനസ്സിലാവുള്ളൂ. കം ചു ഈജിപ്തിന്റെ വാതില് നീ വേഗം തുറക്കൂ. അല്ല, ഇതെന്താ? വരുൺ എങ്ങനെ ആ ബുക്ക് കിട്ടി? അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തിയാൽ മതിയാവും. വരുൺ, അവിടെ നിൽക്ക്. അയ്യോ കുട്ടികളെ, ആ പുസ്തകം നിങ്ങൾ കൈകൊണ്ട് തുടരുത്. ഇതെന്താ? എന്താ ഇത്? മൈറ, വരുൺ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇതെന്താ സാധനം? രുദ്ര, അലാസാർ സർ, എന്തു പറ്റി? രുദ്ര, വേഗം ചെന്ന് അവരെ രക്ഷിക്കേ. മൈറയും വരുണിനെ രക്ഷിക്കേ. അവർ ടിസ്റ്ററിൽ പെട്ടുപോയി. മൈറ, വരുൺ. റംഗീല, എന്നെ വലിച്ചു പിടിക്ക്. അല്ല, ഇതെന്താ? ഞാൻ ഇനി എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും? രുദ്ര, രക്ഷിക്കേ. ഞാൻ താഴെ വീണ് പോകുന്നു തോന്നുന്നു. അത് മാത്രമല്ല രംഗീല, ഞങ്ങൾ താഴെ വീഴാൻ പോവാ. ഞാൻ എന്തെങ്കിലും ചെയ്യാം.
രക്ഷപ്പെട്ടു. അല്ല ഇതെന്താ? മതി, നിർത്ത്. മൈര, വരുൺ, നമ്മളിപ്പോ എങ്ങോട്ടാ വന്നിരിക്കുന്നേ? രുദ്ര, വരുൺ വായിച്ച മന്ത്രം കാരണം നമ്മൾ ഉടൻ തന്നെ ഈജിപ്തിലെത്തി. ഈജിപ്റ്റോ? എന്നാ ശരി, ഞാൻ മുകളിൽ ചെന്ന് നോക്കട്ടെ. രക്ഷിക്കേ, എങ്ങനെയെങ്കിലും ഈ പുസ്തകത്തെ രക്ഷിക്കേ. അവരൊക്കെ ആരാ? അതവനാ. അതെന്താ അവിടെ തന്നെ പതുങ്ങി നിൽക്കുന്നേ? എന്നാ പിടിച്ചോ. ആക്രമിക്കൂ. ചേടാ, ഇത് ആകെ ഗുലുമാലായി തീർന്നല്ലോ. ഇതിനാ പറയുന്നത് എടുത്തിച്ചാട്ടം എല്ലാത്തിനും പ്രശ്നമാകുമെന്ന്. അയ്യോ, രുദ്ര, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇനി നീ എന്താ ചെയ്യാൻ പോണടാ ചക്ക? Sibaiska protection wall creato. ഓ, മാജിക്കോ. മാജിക്, നീ ആള് കൊള്ളാലോ. നീ മാജിക് വെച്ച് കളിക്കല്ലേ? ഇനി നമുക്ക് രണ്ടിലൊന്ന് നോക്കാം. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുക. ഏതോ ഒരു മാന്ത്രിക ബുക്ക് കാരണം അറിയാതെ വഴി തെറ്റിയും കൊണ്ട് വന്നതാ. എനിക്ക് മാജിക് ചെയ്യുന്നവരോട് ഒരിക്കലും ഏറ്റുമുട്ടാൻ പറ്റില്ല. അതിന് വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ നിനക്ക് അവരോടൊപ്പം ഏറ്റുമുട്ടാനൊന്നും പറ്റില്ല. നിനക്ക് ഒരവസരം കൂടി തരാം. ആ ബുക്ക് എന്നെ ഏൽപ്പിക്ക്, അല്ലെങ്കിൽ രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. വളരെ ശക്തിമാനാണ്. തിരിച്ചു നോക്കാതെ വേഗം ഓടിക്കോ, 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 ഓടിക്കോ. വളരെ നന്ദി, എന്നെ രക്ഷിച്ചതിന് വളരെ നന്ദി. രുദ്ര, അങ്ങോട്ട് നോക്ക്. രുദ്ര, അവർ 4 ചുറ്റും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പുസ്തകത്തെ എങ്ങനെയെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ നശിച്ചു പോകും. എന്റെ തല മാത്രമല്ല നരീനെ പോലെ ഇരിക്കുന്നത്, അതിന്റെ അകത്തുള്ള ബുദ്ധിയും നരീനെ പോലെ തന്നെയാണ്. അവരെല്ലാരും നമ്മുടെ നേർക്കാണ് ഓടി വരുന്നത്. നീ ഇത് കണ്ടോ? അയ്യോ, ആ മാജിക് ബുക്ക് തട്ടിപ്പറിച്ചിട്ട് പോയി. എന്റെ ആ പുസ്തകം പോയി. ഒരുപക്ഷെ ഹെറോഷിസിന്റെ കയ്യിൽ ആ പുസ്തകം കിട്ടിയാൽ
അവൻ ഈ ലോകം മുഴുവൻ നശിപ്പിച്ചു കളയും. ആ പുസ്തകം സ്വന്തമാക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ എന്നാ വരൂ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അവരെങ്ങോട്ട് പോയി അവിടെ തന്നെ പോകാം. ആ നരിക്കൂട്ടം ഹെറോഷ്യസിന്റെ അടുത്തേക്ക് എന്നെ പോയിട്ടുണ്ടാകും. ഹെറോഷ്യസ് ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അല്ല, നിങ്ങൾ എന്താ ഇനി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ ഹെറോഷ്യസിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ശരിക്കും പേടിയാവുന്നു ഇതൊക്കെ കാണുമ്പോ. ഹെറോഷ്യസ്, ഹെറോഷ്യസ്, എന്നെ രക്ഷിക്കൂ. അതേക്ക് എത്തിയോ? ഹെറോഷ്യസ്, നിങ്ങൾ ആവശ്യപ്പെട്ട ബുക്ക് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പുസ്തകം. ഹെറോഷ്യസ് വളരെ സന്തോഷത്തിലാണ്. നിനക്ക് ഞാനൊരു സമ്മാനം തന്നേ പറ്റൂ നരിയേ. നരിയ, ആ 5 കല്ലുകൾ വാ. അത് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തിരിക്കുന്നത്. ആ 5 കല്ലുകൾ ഒരു പ്രാവശ്യം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരേത് കല്ലുകളുടെ കാര്യമാ പറയുന്നേ? ആ പുസ്തകത്തിൽ 5 മാന്ത്രിക കല്ലുകൾ സ്വന്തമാക്കാനുള്ള വഴികൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ പിന്നെ അവൻ അതീവ ശക്തിമാനായി മാറും. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തെ പോലെയാകും. ഡാൻസ് കളിക്ക്, പാട്, ആഹാരം കഴിക്ക്, സന്തോഷമായിട്ടിരിക്കുക. ആഘോഷം ഇവിടെ തുടങ്ങട്ടെ. അവൻ തന്റെ ബ്ലാക്ക് ലൈൻസിനോടൊപ്പം ടെന്നിനകത്താണ്. പക്ഷെ ആ മാന്ത്രിക ബുക്കിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ ആ 5 കല്ലുകളും ഹെറോഷ്യസിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയൂ. അഥവാ അവനാണെന്ന് കണ്ടുപിടിക്കുന്നതെങ്കിൽ പിന്നെ ഈ ലോകം തന്നെ നശിച്ചു പോകും എന്നേക്കുമായി. ഞാൻ ആ ബുക്കിന്റെ കോപ്പി എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേക്കാം. ആദ്യം ആ ഹെറോഷ്യസിനെ എങ്ങനെയെങ്കിലും ടെന്റിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ഐഡിയ! ഇത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ എക്സ്പെർട്ട് അല്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.